ഒരു മനുഷ്യന്റെ ഒരു പുരുഷായുസ് മുഴുവനും തന്റേതായിട്ടുള്ള വിയർപ്പ് മണലാരുണ്യത്തിൽ കളഞ്ഞതിനു ശേഷം തന്റെ സമ്പത്തും തന്റെ വീടും താൻ ഇരിക്കുന്ന പുരയിടം വരെ ജപ്തി ചെയ്ത് പോയ ഒരവസ്ഥ. എങ്ങനെ പോയി, ഏത് രീതിയിൽ പോയി എന്നുള്ളത് നമ്മുടെ പരപ്പനങ്ങാടിയുള്ള സിദ്ദീഖ, ഈ സിദ്ദീഖ തന്നെ നിങ്ങളോട് പറയും. കാരണം അദ്ദേഹത്തിന്റെ കഥകൾ അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, ഇന്ന് കേരളക്കരയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. നമ്മുടെ നിയമവ്യവസ്ഥകളും നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള പഴുതുകളും സർക്കാരിന്റെ ഓരോ നൂലാമാലകളും എല്ലാത്തിലും ഉപരി ഇദ്ദേഹത്തിന്റെ ജീവിതവും ജീവനും കൊണ്ടുള്ള ഒരു പോരാട്ടം. പരപ്പനങ്ങാടിയിലേക്ക് സുബൈർ ബാപ്പുവും അതുപോലെ അസീസ് കെയും ഓടി വരണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കരച്ചിൽ തന്നെയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം. എന്തിനാണെന്നറിയോ? നാളെ നമുക്ക് ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. മറ്റുള്ള വീഡിയോ പോലെ അല്ല ഇത്. മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു ജീവിത കഥയാണ്. ഈ 75കാരന്റെ ഒരു ജീവിത കഥ, ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നിയമസഹായങ്ങൾക്കും മറ്റും നമ്മുടെ അസീസ് കയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട സഹായങ്ങളും വേണ്ട നിർദ്ദേശങ്ങളും അദ്ദേഹം പറയും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ അസീസ് കയോട് തന്നെ ചോദിക്കാം. അല്ല, നിങ്ങളിപ്പോ ഈ സ്ഥലം എത്ര 23 സെന്റ് തരല്ലേ? 23 സെന്റ് സ്ഥലം 2010 എടുത്തു. 14 കൊല്ലം. ഈ 14 കൊല്ലം മുന്നെടുത്ത ഈ ആള് ഈ അഗ്രിമെന്റ് കാലാവധിക്ക് അന്ന് രജിസ്റ്റർ എന്നില്ലാന്ന് പറഞ്ഞത്. രജിസ്റ്റർ ചെയ്ത്, അതായത് എഗ്രിമെന്റ് ചെയ്ത് പോയി. എഗ്രിമെന്റ് ചെയ്ത് പോയി 20/7/2010 എഗ്രിമെന്റ് ചെയ്ത് 19 ലക്ഷം ഉറുപ്പിയും വാങ്ങി. എന്റെ മകന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്ത് പിന്നെ അയാൾക്ക് 4 ലക്ഷം ഉറുപ്പിയും ഞാൻ കൊടുക്കാനുള്ളൂ. അങ്ങനെ പോയി ഒരു 2 മാസം അവനായപ്പം 9/9/2010 വന്നിട്ട് എന്നോട് പറഞ്ഞ്, സിദ്ദീഖ എന്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, ഒരു 6 ലക്ഷം ഉറുപ്പിക കടം തരുമോ, 2 ദിവസം അവധിക്കാന്ന് പറഞ്ഞു. എനിക്ക് അറബി പണം അയച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞ് 6 ലക്ഷം ഉറുപ്പ്യ നിർബന്ധിച്ചപ്പോ ഞാനൊരു ചെക്ക് ക്രോസ് ചെയ്ത് കണ്ട് ഒപ്പിട്ട് ഇയാൾക്ക് കൊടുത്ത് 6 ലക്ഷം ഉറുപ്പ്യ. അത് ലോണാണ്. ഒരു ഓടി ഉണ്ട് എന്റെ പേരിൽ 20 ലക്ഷത്തിന്റെ. അതിലെ ഓടിന്റെ ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്ത് 6 ലക്ഷം ഉറുപ്പ്യ ഇയാൾ മാറ്റിയെടുത്ത് വന്നില്ല. വരാതെ കുറെ ഇട്ട് കളിപ്പിച്ച് പിന്നെ അയാള് ഡിസംബർ 6-ാം തീയതി എന്റെ അക്കൗണ്ടിൽ ആ പണം കയറ്റി. ആ 6 ലക്ഷം ഉറുപ്പ്യ മാത്രം തീർച്ചയായിട്ടും അക്കൗണ്ട് കയറ്റിയിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് പോവാണ്, എന്റെ 6 ലക്ഷം കയറ്റിയിട്ടുണ്ട്, എനിക്കൊരു ചെറിയ നഷ്ടം ഉണ്ടാവും, ബാങ്കിൽ നിർത്തല്ലേ, അതെല്ലാം ഞാൻ വന്നിട്ട് പരിഹരിക്കാം, രജിസ്റ്ററിനാകുമ്പത്തിന് ഞാൻ വരുമല്ലോ, 11 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ വരും, തീർച്ചയായിട്ടും എന്റെ മകന്റെ പേരിൽ രജിസ്റ്റർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇയാൾ പോയിട്ട് പിന്നെ വരുന്നില്ല. വരാതെ 3 വർഷം കഴിയാൻ വേണ്ടി നിൽക്കുക. ഫോൺ ചെയ്യും, പല കാരണവും പറയും. പിന്നെ അവിടെ റൂമിൽ വെച്ചിട്ട് തന്നെ വിളിച്ച് പറയും ഇയാള്. അവിടുന്ന് എന്നോട് വിളിച്ച് പറയും, സിദ്ദീഖ 1 ലക്ഷം ഉറുപ്പ്യന്റെ അക്കൗണ്ട് കയറ്റുമോ? അപ്പൊ ഞാൻ അതിനെതിർത്ത് സംസാരിക്കുമ്പോ ആൾക്കാരെ കൂടി ചിരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ. കാരണം ആളെ കളിയാക്കാണ്. റൂമിലുള്ളവരോട് പറയാണ്, ഒരാളെ വിഡ്ഢിയായ ഒരു മനുഷ്യനോട് 19 ലക്ഷം ഉറുപ്പ്യ പറ്റിച്ചാ ഞാൻ വന്നിക്കുന്നത്, ഇനിയിപ്പോ ഞാൻ 1 ലക്ഷം ഉറുപ്പ്യന്റെ അക്കൗണ്ട് കയറ്റി കാട്ടിത്തട്ടെ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. റൂമിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞ അങ്ങനെ അത് എതിർപ്പ് ഞാൻ പറഞ്ഞപ്പോ സുഹൃത്തുക്കളും കൂടി ചിരിക്കുന്ന ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട് ഫോണിൽ കൂടി. അങ്ങനെ കമ്പളിപ്പിച്ച് ലാസ്റ്റ് 3 വർഷം കഴിഞ്ഞ് വരാൻ ആ പദ്ധതി. അപ്പൊ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞല്ലോ, 3 വർഷം കഴിഞ്ഞ മുദ്രകടലാസിന്റെ കാലാവധി കഴിഞ്ഞ് അത് വരാൻ വേണ്ടി അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതോടുകൂടെ ഞാൻ തിരൂർ പോയി മൂസക്കുട്ടി വക്കീലുണ്ട്, കുട്ടായിക്കാരനാണ് അയാള്. അയാളോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അയാള് എഗ്രിമെന്റ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞ് ഇത് 33,000 ഉറുപ്പ്യ എന്നാല് 2 ദിവസം കൊണ്ട് അറ്റാച്ച്മെന്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഉടനെ 33,000 ഉറുപ്പ്യ ഞാൻ കൊടുത്ത് അറ്റാച്ച്മെന്റ് ചെയ്തില്ല. 1 മാസം ഇട്ട് കളിപ്പിച്ചപ്പം പിന്നെ അയാളെ പരിചയപ്പെടുത്തിയ ഒരാളെ കൂട്ടി ഞാൻ പോയി തിരൂർക്ക്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇയാൾക്കും അയാൾക്കും കണക്ഷൻ ഉണ്ട്. ഈ മൂസക്കുട്ടി വക്കീലും കൂട്ടായിക്കാരനാണ്, ഇയാളും കൂട്ടായിക്കാരനാണ്. ഇയാൾ പരപ്പനങ്ങാടി കല്യാണം കഴിച്ചാണ്. അതെന്താ അത് ഞാൻ അറിയില്ലല്ലോ, അറിയാതെ പോയി പെട്ട്. എന്നാലും അയാൾ കേസ് നടത്താൻ ഏറ്റല്ലോ. അങ്ങനെ 33,000 ഉറുപ്പ്യ കൊടുത്ത് അറ്റാച്ച്മെന്റ് ചെയ്ത് കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇയാൾ പറഞ്ഞ് നമ്മൾ കേസൊന്നും വേണ്ട, പിൻവലിച്ചാളാ, ഞാൻ അത് അധിക വില തന്നും കേട്ട് വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അത് വാങ്ങുമ്പോ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് പിന്നെ ഇയാൾ പത്രിക കൊടുത്തതിൽ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇയാളെ മകനെ പരിചയമില്ല, മകനക്ക് തന്ത്രപൂർവ്വ ആദ്യം ആസൂത്രിതമായി ചെയ്ത പണിയാണിത്. അല്ല, നിങ്ങൾ ഈ 19 ലക്ഷം കൊടുത്തത് മകൻ കൊടുത്തത് നിങ്ങൾ കൊടുത്ത ചെക്കായിട്ടോ? അല്ല, പണമായിട്ടാ കൊടുത്തത്. 19 കെട്ട് 1000ന്റെ നോട്ട്
ഇയാളിന്റെ വീട്ടിൽ വെച്ചാണ് ഇത് വാങ്ങുന്നത്. അങ്ങനെ അത് വാങ്ങിപ്പോയതിന്റെ ശേഷമാണ് നമുക്ക് NRI കൂടെ മറ്റോ വന്ന പൈസ തന്നെയല്ലേ, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇല്ല കാര്യം തന്നെയല്ലേ, അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം തെളിയിച്ചിട്ടുണ്ടല്ലോ. ആ കടം വാങ്ങിയതും എന്റെ അക്കൗണ്ടിൽ നിന്ന് 8 ലക്ഷം ഉറുപ്പ് എടുത്ത് മകന്റെ അടുത്ത് 4 ലക്ഷം. ഈ സാക്ഷി അഹമ്മദ് എന്നല്ലോ എന്റെ സ്നേഹിതനാണ്, ഗൾഫിലുള്ള പഴയ സുഹൃത്താണ്. അയാൾ ഒരു 3-4 ലക്ഷം ഉറുപ്പ് കടം തന്ന് എന്റെ മരുമകനോട് സെയ്തുവിനോട് ഒരു 3-4 ലക്ഷം ഉറുപ്പ് കടം മേടിച്ചു. അങ്ങനെ 19 ലക്ഷം ഉറുപ്പ്യ ഒപ്പിച്ചതാണിത്. അത് കടവും വായ്പൊക്കെ വാങ്ങും കച്ചവടത്തിന് വേണ്ടി. 1000 ഉറുപ്പ്യ വരെ കടം വാങ്ങും കച്ചവടത്തിന്. ഞാനൊരു 100ഓളം കച്ചവടം ചെയ്ത ആളാണ്. അല്ല, എനിക്ക് മനസ്സിലായി ഇപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ടാണ് ഇത്രയും ലക്ഷം ആളെ കയ്യിലുണ്ടായപ്പോ പിന്നെ നിങ്ങളെയൊക്കെ ഒരു 6 ലക്ഷം കടം വാങ്ങി ബാങ്കിൽ കൂടെ തന്ന് അപ്പൊ കോടതിയിൽ അന്യായം ബോധിക്കും. ന്യായമല്ല, ന്യായം ജഡ്ജിയാണ് കണ്ടെത്തുക. അപ്പൊ അന്യായം ബോധിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു കളിയായിട്ട് കളിച്ചിരിക്കണെന്നാ തോന്നുന്നത്. അങ്ങനെയാവും. അയാൾ ആ ചെക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു 4,65,000 ഉറുപ്പ്യ ഇയാളോട് മേടിച്ചിന് 6 ലക്ഷം ഞാൻ കൊടുത്ത്, അതുകൊണ്ട് ആ ചെക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞ് അർജി കൊടുത്ത് അവിടെ. അപ്പൊ ഞാനും അർജി കൊടുത്ത്. അത് 9/9/2010 കച്ചവടം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ 9/9/2010 വന്നിട്ട് എന്നോട് ഒരു 6 ലക്ഷം കടം ചോദിച്ചു വ്യക്തിപരമായിട്ട്. അപ്പൊ പൈസ ഉണ്ടായപ്പോ പൈസന്റെ മൂല്യം അറിയാത്ത ഞാൻ കൊടുത്ത് ഇയാൾക്ക്. അന്നിന്റെ സൗകര്യം. അപ്പൊ 6 ലക്ഷം കടം കൊടുത്ത്. ആ 6 ലക്ഷം ഡിസംബർ 6-ാം തീയതി എന്റെ അക്കൗണ്ടിൽ കൊണ്ട് കയറ്റി. അപ്പൊ ഇത് ആസൂത്രിതമായിട്ട് മുമ്പ് ചെയ്തതാണല്ലോ. നമ്മളിപ്പോ കോടതിയായാലും കേസ് എടുത്തപ്പോൾ വിശ്വസിക്കുന്ന 19 ലക്ഷം 4 ലക്ഷം കൂടി തന്നെ അങ്ങക്ക് രജിസ്റ്റർ തന്നെ തരാതെ, എന്നാലും അതിന് രജിസ്റ്റർ എന്നാ ഇയാൾ 4 ലക്ഷം പറഞ്ഞാലേ കൊടുത്തിട്ടുണ്ട്. ഇയാളെ നമ്മൾ സഹായിച്ചോ എന്നാ തോന്നി. അപ്പൊ ഒരു 6 ലക്ഷം ഉറുപ്പ എന്നോട് കടം മേടിച്ച പൈസ മാത്രമേ അക്കൗണ്ട് കൊണ്ട് കയറ്റി ഇയാള്. എന്നിട്ട് ഈ ഗൾഫിൽ പോകുമ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു സിദ്ദീഖിനോട് മേടിച്ച 6 ലക്ഷം ഉറുപ്പ അക്കൗണ്ടിൽ ഇട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പോയി നോക്കിയപ്പോ അക്കൗണ്ട് കയറിയിട്ടുണ്ട്. അത് ഞാൻ പിൻവലിക്കും ചെയ്ത്. അപ്പൊ ഇയാള് പറഞ്ഞ് സിദ്ദീഖിന് ഞാൻ കൊടുത്ത 6 ലക്ഷം ഉറുപ്പ്യന്റെ ചെക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞ അർജി കൊടുത്തവിടെ. അത് ഹാജരാക്കി ഇയാൾ ക്ലിയർ ആയല്ലോ എന്നാണ് ഇയാൾ ധരിച്ചത്. അർജി കൊടുത്തപ്പോ ഞാനും അർജി കൊടുത്ത്. അത് 9/9/2010 എന്നോട് കടമേടിച്ചാണ് വ്യക്തിപരമായിട്ട്. എന്റെ മകനായിട്ടുള്ള കച്ചവടത്തിൽ യാതൊരു ബന്ധവുമില്ല. അത് ഞാനൊരു ചെക്കായിട്ടാ കൊടുത്തിട്ടുള്ളത്. അത് ക്രോസ് ചെയ്താ കൊടുത്തിട്ടുള്ളത്. ആ ക്രോസ് ചെയ്ത ചെക്കാണെന്നുള്ള എനിക്ക് ഞാനും അർജി കൊടുത്ത്. അപ്പൊ ഈ 2 ചെക്കായിട്ടാണ് ബാങ്ക് ഉദ്യോഗസ്ഥന് ഹാജരായത്. ബാങ്ക് ഉദ്യോഗസ്ഥൻ 2 ചെക്കായിട്ട് ഹാജരായ ഇപ്പൊ ഇയാൾ കൊടുത്ത പത്രികയിൽ കൊടുത്തതൊക്കെ കളവല്ലേ. പിന്നെ അവിടെ കേസ് അവസാനിക്കേണ്ടതല്ലേ? ഇല്ല, അവസാനിപ്പിച്ചില്ല. കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. അതിന്റെ ഇടക്കാലത്ത് ഇയാൾക്ക് കിഡ്നിക്ക് തകരാറ് വന്ന് ഇയാൾക്ക് സ്ഥലം വാങ്ങിയ അതെ, എനിക്ക് സ്ഥലം വിറ്റ ആള്, എന്റെ മകന് സ്ഥലം വിറ്റ ആള് കിഡ്നിക്ക് തകരാറ് വന്ന് കുറച്ചു കാലം ഇയാൾ പിന്നെ ജീവിച്ചുള്ളൂ. അങ്ങനെ ഇയാള് വിചാരണ ചെയ്തപ്പോ പത്രിക കൊടുത്തതിന് നേരെ വിപരീതം ഇയാൾ വിചാരണയിൽ പറഞ്ഞൊക്കെ. പിന്നെ പറഞ്ഞതൊക്കെ കളവ്. ഇയാളോട് വേറൊരു 6 ലക്ഷം ഞാൻ മേടിച്ചിന്, അതും ഞാൻ കൊടുത്ത്. അതൊക്കെ സാക്ഷികളും തെളിവുകളും ഒന്നും എനിക്കില്ല, ഒക്കെ എന്റെ വിഡ്ഢിത്താണ്. ഇയാളൊക്കെ കളവാണ് പറഞ്ഞത്. ഇയാൾ പറഞ്ഞ സാക്ഷികളില്ല. ഈ പത്രികയിൽ പറയുന്നത് ഇയാള് യാതൊരു പരിചയമില്ല. AP ബാലകൃഷ്ണൻ പരിചയപ്പെടുത്തി. അങ്ങനെ ഇയാളോട് 4,65,000 ഉറുപ്പ്യ മേടിച്ചാണ്. അതിന് 6 ലക്ഷം ഇയാള് ആവശ്യപ്പെട്ടത് ഡിസംബർ 6-ാം തീയതി 6 ലക്ഷമായിട്ട് തരണമെന്ന് പറഞ്ഞു. 6 ലക്ഷം ഇയാൾക്ക് കൊടുത്തല്ലോ എന്നാ പറഞ്ഞു. 6 ലക്ഷം കൊടുത്തല്ലോ എന്ന് പറയുമ്പോ ഇന്നോട് വന്ന് വ്യക്തിപരമായിട്ട് കടം മേടിച്ചതാണല്ലോ, ഒരു ചെക്ക് വാങ്ങിയതാണല്ലോ. അത് ക്രോസ് ചെക്കല്ലേ ഞാൻ കൊടുത്തിട്ടുള്ളത്, റെക്കോർഡായില്ലേ? ആ ചെക്കാണ് എന്റെ പേരിൽ കൊണ്ടത് കേട്ടത്. എന്റെ മകനായിട്ടുള്ള കച്ചവടത്തിന് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് ഇപ്പോ മുനിസിപ്പൽ കോടതി കൊടുത്ത മകന്റെ പേരിലല്ലോ? മകന്റെ പേരിലാണ് കൊടുത്തത്. മകന്റെ പേരിൽ കൊടുത്തിട്ട് കേസ് എടുത്താനൊന്നും മകൻ വരൂല, അവൻ ചെറിയക്കനല്ലേ. അപ്പൊ ഞാൻ മുക്തിയാർ വാങ്ങി. മുക്തിയാർ എന്റെ കയ്യിലുണ്ട്. മുക്തിയാർ വെച്ചിട്ട് ഞാൻ കേസ് നടത്തുന്നത് 8 കൊല്ലം മൂസക്കുട്ടി വക്കീല് നടത്തിച്ചതിന് ശേഷം പിന്നെ ഇയാള് മരിച്ചതിന് ശേഷം ഭാര്യയും കുട്ടികളും വരുന്നത്. ഭാര്യയും കുട്ടികളും വന്ന് ഒരു പൈസ എനിക്ക് തരാനുള്ള, അതായത് എന്റെ പണം തിരിച്ചു തരാനുള്ള ഒരു ഹർജിയൊക്കെ ഇവര് ഒപ്പിക്കുന്നുണ്ട് അവിടെ. അതായത് ഇതിന്റെ വക്കീലിന്റെ ഗുമസ്തനും എല്ലാം കിടന്ന് ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്, അതല്ല ജഡ്ജി പറഞ്ഞ് അതൊന്ന് ക്ലിയർ ആക്കി തരണമെന്ന്. അപ്പൊ എന്താണ് ഹർജി ഓട്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോള് എന്റെ പണം അതിന്റെ പലിശ മതി എന്നാണ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. സ്ഥലം തന്നെ വേണം. സ്ഥലം തന്നെ. ഞാൻ വിറ്റ സ്ഥലം 4 കോടി ഉറുപ്പ്യന്റെ സ്ഥലം ഞാൻ വിറ്റത്. 3 സ്ഥലം ഞാൻ വിറ്റിക്കണ്. അതിന്റെ മിക്കവാറും പൈസ ഇതിലുണ്ട്. എന്താ ഒരു 1.25 ഏക്കർ. അതാ പാലക്കാട് ജില്ലയില് 1.25 ഏക്കർ സ്ഥലം ഇതാ ഞാൻ വിറ്റാണിത്. ആ കാലഘട്ടത്തിൽ വിറ്റാണ്. പിന്നെ അതിന് ശേഷം കേസ് നടത്താൻ ആവശ്യമായിട്ട് വിറ്റ 13 ചിൽഡ്രൻസ് സ്ഥലം ചെട്ടിപ്പടിയില് മെയിനായ സ്ഥലത്ത്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കിട്ടിയ 4-5 കോടി ഉറുപ്പ്യ കിട്ടും. വേറെ ഒരു 9 സെന്റ് ഞാൻ
അയ്യപ്പങ്കാവിൽ വിറ്റിക്കണ്. ആ സ്ഥലങ്ങൾ അപ്പൊ ഇത്രയും സ്ഥലം വിറ്റ് കൊടുത്ത പൈസയാണ് എനിക്ക് പണം കിട്ടിയിട്ട് ആവശ്യമില്ലാന്ന് പറഞ്ഞു ഞാൻ. ഭൂമിയാണല്ലോ വേണ്ടി അങ്ങനെ അപ്പം മുതൽക്കുട്ടി വക്കീൽ പറഞ്ഞ ഹർജി നന്നാക്കണം എന്ന് പറഞ്ഞാല് അതിന്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെടുത്ത് ഉത്തരവാദിത്വം എന്താണ് ഇന്ത്യ തന്നെയല്ലേ. ഞാൻ ഹർജി നന്നാക്കി, അങ്ങനെ ഹർജി കൊടുത്ത് ഹർജി നന്നാക്കിയാ പിന്നെ അവിടെ പണത്തിന്റെ പ്രശ്നം വരുന്നില്ല. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ഹർജി നന്നാക്കാന്നാണ് അതിന് പറയല്. ഹർജി നന്നാക്കി പിന്നെ കേസ് നടത്തിയിട്ട് എന്ത് ചെയ്ത് പുതിയ ജഡ്ജി വന്നപ്പോ അപ്പൊ ഇവര് ഇന്ന വക്കീലന്മാരെ ഇടയിൽ പിടിച്ചിരുത്തിങ്ങാണ്ട് ഇയാളെ വിചാരണ ചെയ്ത്. അപ്പം എന്നോട് ഇവര് പറഞ്ഞെന്താണ്, നിങ്ങൾ എതിർത്തൊന്നും സംസാരിക്കരുത്, അങ്ങനെ എതിർത്ത് സംസാരിച്ചാൽ അത് കോടതി അലക്ഷ്യയാവും. അയാള് പലതും പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. അവരുടെ ഇടയിൽ എന്നെ പിടിച്ചിരുത്തി. ഇതൊക്കെ തന്ത്രങ്ങൾ എനിക്കറിയില്ലല്ലോ. ഇരുത്തിച്ചിട്ട് അയാളെ കൂട്ടിൽ അയാൾക്ക് ഒരു ഇതിട്ട് കൊടുത്തു, ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ട് ഇരുന്ന് അയാൾ പറഞ്ഞ് ഇയാള് ബ്ലേഡാണ്, പണം പലരെയും കുടുക്കിക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിന് മറുപടി പറയാൻ ഒരുങ്ങുമ്പോ ഒരു വക്കീല് എന്നെ തോണ്ടും, ഉണ്ടാൻ പാടില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കൊണ്ട് പലതും പറയിച്ച്. അങ്ങനെ അയാൾ പറഞ്ഞ് ഇയാള് സ്ഥലത്തെ വലിയ പണക്കാരനാണ്, ഇത് പണക്കാരനാണെന്ന് പറഞ്ഞ്. പിന്നെ അതിന്റെ പുറമെ ഇയാളെ വീട്ടിൽ എപ്പോഴും 3-4 ലക്ഷം റുപ്യ സ്റ്റോക്ക് ഉണ്ടാവും എന്നൊക്കെ പറയിപ്പിച്ച്. ഇതൊക്കെ പറയിപ്പിക്കുന്ന എന്തിനാണ്, അടുത്തവിടെ ജഡ്ജി മാറാൻ പോകുന്നുണ്ട്. ജഡ്ജി മാറിയ അയാളെ സമീപിച്ച് കണ്ടാണ്ട് കൊടുത്താല് അയാൾക്ക് മനസ്സിലായില്ല ഇയാൾ വലിയ പണക്കാരനാണ്. കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പണക്കാരനല്ലേ. ഇനി എഴുതി തല്ലിയാലോ അയാൾക്ക് ഒരു കുഴപ്പം വരൂല, അയാൾ ഇനി ഇതിന് നടക്കൂല, പിന്നെ വയസ്സായിക്കണ്, മരിക്കാനും അയക്കണ്, ഒരു കാലല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് കാലിന് ഗൾഫിൽ നിന്ന് ഒരു ആക്സിഡന്റ് പറ്റിയ 82-ല് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ടാക്സി വിളിച്ചു പോകുമ്പോ അവിടെ വെച്ച് വീല് പഞ്ചറായി. അതിനെ പുറത്തിറങ്ങി നിന്ന് അയാൾ വീല് മാറ്റുമ്പോ വേറൊരു കാറ് ഹൈ സ്പീഡിൽ വന്നിട്ട് ഇതിന്റെ മുട്ടിലേക്ക് കൂട്ടിയിടിച്ച്. അങ്ങനെ സ്പോട്ടിൽ വെച്ച് തന്നെ എന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. അതിന് കിട്ടിയ നഷ്ടപരിഹാരം ഒക്കെ ആണല്ലോ ഇപ്പൊ പോയത്. അന്ന് കിട്ടിയ നഷ്ടപരിഹാരം കൊണ്ട് 82-ൽ ഇവിടെ വന്ന് 4-5 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്റെ ശരീരത്തൊട്ടാകെ. ഇതൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ളത് കുറെ ക്വാർട്ടേഴ്സിൽ താമസിച്ച് പിന്നെ സ്ഥലങ്ങൾ ചെറിയത് വാങ്ങി വിറ്റ് ഇങ്ങനെ സമ്പാദിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് എനിക്ക് ഈ ഗതികേടിൽ പോയി ഞാൻ കുടുങ്ങുന്നത്. ഇയാളെ ഈ ചതിയെന്ന് ഞാൻ അറിയില്ല. ഇയാൾക്ക് എത്ര മക്കളുണ്ട്? ഇയാൾക്ക് 4 മക്കളും ഭാര്യയുണ്ട്. എന്റെ മാതിരി തന്നെയാണ് ഇയാളത്. എത്ര പെൺകുട്ടികളുണ്ട്? എനിക്ക് 3 പെൺകുട്ടികളും ഒരാൺകുട്ടി ചെറിയത്. ഞാൻ കാല് മുറിഞ്ഞതിന്റെ ദിവസം ഉണ്ടായത്. അതിന്റെ മുമ്പുണ്ടായ 3ാമത്തെ പെൺകുട്ടി സംസാരിക്കാത്ത കുട്ടിയാണ്. അവള് കെട്ടിച്ചിട്ടില്ല. അവളെ ആ ആഭരണങ്ങളും കൂടി വിറ്റ് ഞാൻ ഇയാളേറ്റതാ ഈ കേസ് കൂടെ നടക്കിയതാ. എന്റെ കുട്ടിന്റെ ഇതാണത്, SLC സർട്ടിഫിക്കറ്റ് ആണത്, +2 സർട്ടിഫിക്കറ്റ്. ഈ മുണ്ടാൻ വയ്യാത്ത കുട്ടി അവൾ ആഭരണങ്ങൾ വിറ്റ് ഞാനിതാ എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഞാൻ ഈ സെറ്റിൽ കിടക്കുക. ഇത് ഞാൻ ഒരു മില്ലിന് വേണ്ടി ഉണ്ടാക്കിയതാ. അതും എനിക്ക് നമ്പർ തന്നില്ല. എന്താ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ജീവിക്കണ്ടേ? അദാലത്തിലോ കൊടുത്ത മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അദാലത്തിലൊന്നും ഞാൻ കൊടുത്തില്ല. അതിനൊന്നും നിവർത്തില്ല. എനിക്ക് കാലിട്ട് നടക്കാൻ വയ്യ. കാലൊക്കെ കേട് വന്നിട്ട് അത് റിപ്പയർ ചെയ്യാൻ പോലും എന്നെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയാണ്. സാമൂഹ്യ പ്രവർത്തകർ സഹായിച്ചു തന്നീനും. എവിടെ സാമൂഹ്യ പ്രവർത്തകരൊന്ന് സമീപിച്ച് അങ്ങനെ നമുക്കൊരു ശീലമില്ലല്ലോ. സ്വന്തം കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചാണ് എനിക്ക് ശീലമുള്ളൂ. ഞാൻ ആരൊക്കെ ഇന്ന് വരെ പോയിട്ടില്ല, ആരെയും ഒന്നും ബുദ്ധിമുട്ടിച്ചില്ല. ഇയാൾ ഇങ്ങനെ ചതിയേറ്റ് വരുമെന്ന് ഞാൻ അറിയില്ലല്ലോ. എന്തായാലും നമ്പറിന് എന്താ കാര്യം പറയുന്ന റോട്ടിൽ നിന്ന് ദൂരല്ലാന്നോ? റോട്ടിൽ നിന്നുള്ള വീതി കുറവോ? എന്താണ് നമ്പറിന് തടസ്സം പറയുന്നത്? എന്താണ് ഇത് നമ്പറിനാ? ഇത് നഞ്ച എന്നാ പറഞ്ഞത്. അത് ഞാന് അന്ന് ഇതിന് നമ്പർ കിട്ടാതെ പോകുമ്പോ ഒരു എഞ്ചിനീയറെ ഞാൻ ഏൽപ്പിച്ചതാണ്. അയാളെ പറഞ്ഞ് എനിക്ക് പണിന്റെ തിരക്കാണ്, സിദ്ധിക്ക് അങ്ങോട്ട് ഉണ്ടാക്കൂടെ, ബിൽഡിംഗ് ഉണ്ടാക്കൂടെ, ഒരു 500 റുപ്യ ഫൈനേ വരുള്ളൂ എന്ന് പറഞ്ഞ അയാളും ചതിച്ചതാണ്. ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം അയാൾ പ്ലാനൊക്കെ റെഡിയാക്കി. അപ്പൊ പ്ലാൻ റെഡിയാക്കിയിട്ടല്ലേ ഇവിടെ എടുക്കാൻ പറ്റോ പറ്റൂല എന്ന് അറിയുള്ളൂ. അത് അയാളും ചതിച്ച് കെട്ടിടം ഉണ്ടാക്കി പോയി. ഇങ്ങനെ നമ്പർ തന്നില്ല. പിന്നെ ഇതിനേക്കാളും മോശമായ സ്ഥലത്തന്നെ ഇതൊക്കെ 50 വർഷം 55 വർഷം പ്രായമുള്ള തെങ്ങുണ്ട് ഇതില്. അപ്പം നമ്പർ തരാതായപ്പോള് എന്തായി, ഞാൻ പലരെയും സമീപിച്ച്, കലക്ടറെ 3 പ്രാവശ്യം സമീപിച്ച്. അവര് നമ്പർ കൊടുക്കാൻ പറഞ്ഞ ഇവര് നമ്പർ തരൂല, മുനിസിപ്പാലിറ്റി നമ്പർ തരൂല. അങ്ങനെ ഞാൻ പിന്നെ ഒരു RDO വന്ന് പുതിയ ആള്, അയാൾ സമീപിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് നമ്പർ തരാൻ അധികാരമുണ്ട്.
അതായത് ഈ ഭൂമി നിലാണെങ്കിലും കൂടിയിട്ട് നിലം നിങ്ങളത് പറമ്പാക്കിക്കോളാം പിന്നീട് ഇത് ഇപ്പോഴ് നിങ്ങൾക്ക് ഉണ്ടാക്കിയ കെട്ടിടത്തിന് നമ്പർ അതിനുള്ള നിയമമാണ് ഇതെന്ന് പറഞ്ഞ് കാട്ടി തന്ന് ഉടനെ അത് കൊടുത്തോളെന്ന് പറഞ്ഞ അയാൾ എഴുതി അപ്പൊ നമ്പർ കിട്ടി അപ്പൊ 6 വർഷം ഇത് മില്ലിന് വേണ്ടി ഉണ്ടാക്കിയ മിഷനറി അതിന്റെ ലൈസൻസിനൊക്കെ എത്ര ചെലവ് എല്ലാം റെഡിയാക്കിയത് ഒക്കെ പോയില്ലേ 6 വർഷം ഇവിടെ ഇരുന്ന് കാരം പിടിച്ച മിഷനറി പിന്നെ ഞാൻ വിറ്റ് ഇപ്പൊ നമ്പർ ഉണ്ട് ഇത് കൊടുക്കണ് നികുതി കൊടുക്കണ് ശരി നികുതി കൊടുക്കാൻ നമ്പർ കിട്ടി അന്നെ കിട്ടില്ല നിങ്ങൾക്ക് അതിനെ പറ്റി നിയമപരമായിട്ട് അറിയായിട്ടാ കാരണം നമ്മള് വില്ലേജ് ഓഫീസറെ സമീപിച്ചങ്ങാണ്ട് 6 നമ്പർ ഫോമിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഇടാ ഓല് വന്ന് വില്ലേജ് സ്ഥലം വില്ലേജ് ഓഫീസറോട് പരിശോധിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ ആദ്യം എഴുതിനെ അതിന്റെ മുമ്പ് ആദ്യം അവിടെ ഒരു സിറ്റിങ്ങിന് വിളിച്ച് വില്ലേജ് ഓഫീസർ ഇനി എല്ലാം കൂടി അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ പുറകിൽ അയാൾ എഴുതിയത് പഴിച്ചുപോയി ഇതിന്റെ ഈ നഞ്ച എന്നുള്ളത് മാറ്റാന് നിലം എന്നുള്ളത് മാറ്റാന് ഇയാളെ ചെലവ് ചെയ്യണം ചെലവ് ചെയ്യുന്ന പറഞ്ഞാൽ അത് അങ്ങനെയല്ല അയാൾ എഴുതേണ്ടത് അയാളെ തെറ്റിപ്പോയതാ ആ കാരണം പറഞ്ഞാണ്ട് പേര് തന്നില്ല ചെലാൻ കെട്ടലാണ് നമ്മൾ 6 നമ്പർ കിട്ടുമ്പോ 1000 റുപ്യ ചെലാൻ കെട്ടിട്ട് 1000 റുപ്യയിലും ചെലാൻ എപ്പോഴും ഞാൻ അടച്ചു പിന്നെ ഒരു ആദ്യം വന്നപ്പോ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാൻ അധികാരമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെ ബിൽഡിംഗ് ആയിട്ട് ചെറിയ ഫൈൻ ഉണ്ട് അത് നമ്മൾ കെട്ടൽ നിർബന്ധം ഇത് അതൊന്നല്ല ഇത് തീരെ ഫൈൻ കെട്ടിയാൽ നമ്പർ തരാം അങ്ങനെ പിന്നെ അയാൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ വണ്ടിയിലാണോ വന്നതെന്ന് ചോദിച്ചു തിരുവൂരിന്ന് ആ വണ്ടിയിലാ വന്നത് ഓട്ടോറിച്ച് വിളിച്ചു പോയതാ എന്നാ മലപ്പുറത്തേക്ക് വിട്ടോളി അവിടെ കലക്ടർ ഇല്ല കലക്ടർ ഇതുണ്ട് അസിസ്റ്റന്റ് കലക്ടർ ഇല്ലേ ഡെപ്യൂട്ടി കലക്ടർ ഉണ്ട് ഹംസ മൂപ്പരെ സമീപിക്കുന്ന പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഹംസ ഡെപ്യൂട്ടി കലക്ടർ കണ്ടപ്പോ ഡെപ്യൂട്ടി കലക്ടർ പറഞ്ഞു ഇതുവരെ 10,000-60,000 റുപ്യയിൽ വരുള്ളൂ നിങ്ങൾക്ക് ഇതിനായിട്ട് അടച്ചൂടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കടലാസും മേടിച്ചാണ്ട് പോയി അപ്പൊ ഇയാള് വിളിച്ചിനെ ആര് ആദ്യം വിളിച്ച് അയാൾ എന്താ പറയുന്നത് അയാൾ ഇങ്ങനെയാണ് പറയുന്നത് ഇന്ന് അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു അപ്പൊ തന്നെ അയാള് എനിക്ക് എഴുതി തന്നെ ഇവിടെ കൊടുത്ത് പിറ്റേന്ന് നമ്പറും കിട്ടി നമ്പർ എന്ന പേര് പക്ഷെ അതുകൊണ്ട് എനിക്ക് കാര്യമില്ലല്ലോ ഞാൻ മിഷനറി ഒക്കെ പാതി വിലക്ക് പാതിയിലും കുറഞ്ഞ വിലക്കാ വിറ്റ് 3 ലക്ഷം റുപ്യ അടുത്ത് കൊടുത്ത് പഴയ മിഷനറി ഒരല്പം പഴയതാണ് അല്ല അന്ന് നമ്മളായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് സർക്കാർ ലെവലിൽ ബന്ധപ്പെട്ട് തൊഴിലിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വികലാംഗനൊക്കെ ആവുമ്പോഴേ അതിനൊക്കെ പ്രത്യേക അളവ് വികലാംഗരാൻ പറയാന്നല്ലാതെ വികലാംഗരാകുമ്പോ അവഗണിക്കുക ചെയ്യുന്നത് എന്റെ അനുഭവം ഞാൻ പറയുന്നട്ടാ എല്ലാരും അനുഭവം എന്താന്ന് എനിക്കറിയില്ല എങ്ങനെ അവഗണിക്കുക ചെയ്യുന്നത് ഇപ്പൊ ഇത് മനഃപൂർവ്വം എന്നെ അവഗണിക്കാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ഇവിടുന്ന് എഴുതി തള്ളിയ കേസ് 1 മാസം നിലനിൽക്കുള്ളൂ 1 മാസം കഴിഞ്ഞാൽ അവർ ആ ഭൂമി റിലീസാക്കിക്കാണ്ട് വിൽപ്പന നടത്തിക്കാളൂ അപ്പൊ 1 മാസത്തിന്റെ ഉള്ളിൽ നമ്പർ ആയി കിട്ടണം എന്ന് പറഞ്ഞു ഞാൻ പോകില്ലാന്ന് അവര് കരുതി ഉടനെ ഞാൻ ഹൈക്കോടതി പോയി കഷ്ടപ്പെട്ട് അവിടെ ഒരു വക്കീലിനെ പിടിച്ചു അപ്പൊ വക്കീൽ പറഞ്ഞു ഇതിന്റെ 3-1 മുദ്രസലിപ്പ് അടക്കണം തിരൂരിൽ നിങ്ങൾ അടച്ചത് പോയി ഇനി കേസ് വിജയിച്ചാലും ഒക്കെ കിട്ടും അത് വേറെ കാര്യം അടച്ചത് പോയി ഇനി നിങ്ങൾ വേറെ ഇവിടെ അടക്കണം അതിൽ 3-1 85,000 റുപ്യ ഇപ്പോൾ അടക്കണം ഇന്റെ ഫീസിൽ ഒരു 30,000 തരണമെന്ന് പറഞ്ഞു കൊടുത്ത് 1,15,000 റുപ്യ അക്കൗണ്ട് വഴി ബാങ്ക് ഈ സിവിൽ കേസിന് അങ്ങോട്ട് കയറ്റി കൊടുത്തു 1.15 കയറ്റി കൊടുത്ത് അയാൾ പറഞ്ഞു നിങ്ങൾ പോകുന്ന പറഞ്ഞു കണ്ണൂർക്കാരനാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോ അയാൾ വിളിച്ചു പറഞ്ഞു നമ്മളെ കേസ് തല്ലിയെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ പിന്നിൽ ആളുണ്ട് ഇതിന്റെ പിന്നിൽ ആള് നടന്ന് കളിപ്പിക്കുക അയാളെ കാലം വലിച്ചു വരുന്ന അയാളെ ഇതാക്കി നിരാശപ്പെടുത്തി വിട്ടാളിന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ വിളിച്ചു പറഞ്ഞു നമ്മളെ കേസ് തല്ലി നിർത്തിക്ക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ കേസ് തല്ല കോടതിക്ക് ബോധ്യം പറ്റും ഞാൻ പറഞ്ഞു വക്കീലെ ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തുള്ളൂ എനിക്ക് ലോകപരിചയമുണ്ട് ഞാൻ നാളെ ഇപ്പൊ ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇപ്പൊ അങ്ങോട്ട് തന്നെ കയറും എന്നിട്ട് അവിടെ വരും നാളെ കോടതി വെളുപ്പിളിച്ച് നമുക്ക് കാണാന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു വേണ്ട സിദ്ധിക്ക അത് ഒരു അക്ഷരപ്രസവ് പറ്റിയത്തുള്ളൂ അതാണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് മനസ്സിലാക്കി കൂടെ നമ്മളെ കമ്പളിപ്പിക്കുക എന്നുള്ളത് ആരോ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കണം അയാളൊരു സാധനം മനുഷ്യനാണ് അതിന്റെ പിന്നിൽ നടക്കുന്നവരാണ് അതിനെ പ്രേരിപ്പിച്ചത് അപ്പൊ അയാൾ കളിക്കാൻ പാടില്ല അയാൾ പഠിച്ച് അയാൾ പ്രതിജ്ഞ ചെയ്ത് അയാൾ എടുത്തു വന്ന ഒരു കക്ഷിനെ അയാൾ വേദനിപ്പിക്കാൻ പാടില്ല അത് അയാൾക്ക് അറിയാതെ പോയിരിക്കും ഇപ്പൊ എന്താ അതിന്റെ അവസ്ഥ അങ്ങനെ പിന്നെ ഞാൻ വേറൊരു വക്കീലിനെ പിടിച്ച് അയാളോട് മേടിച്ചു ഞാൻ പറഞ്ഞു ആ 30,000 നിങ്ങൾ എടുത്തോളി നമ്പറാക്കി തന്നല്ലോ നമ്പറാക്കി തന്ന് പിന്നെ അയാൾ ഞാൻ എടഞ്ഞി പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല അങ്ങനെ ചോദ്യം ചെയ്തപ്പോ അയാൾ പറഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ എപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റൂല ഇനി 10,000-3,000 ക്ലയന്റ് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ അറിയുന്ന വിചാരിക്കുന്ന ആളല്ല ഭയങ്കര വിസിലുള്ള ആളാണ് അത് റൌഫൈനി റൌഫ് കണ്ണൂർക്കാരൻ സെമിത്തേരി മുക്കില് സാരല്ല അയാളടുത്ത് അങ്ങനെ വന്നുപോയി എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയാം 30,000 നിങ്ങൾ എടുത്തോളി അങ്ങനെ ഞാൻ മുമ്പ് ഇവിടെ പരപ്പനങ്ങാടി ഉണ്ടായിരുന്ന ഒരു ജഡ്ജി അയാളിപ്പം വക്കീലാണ് അയാളെ സമീപിച്ച് അയാൾ കൊടുത്തപ്പോ അയാൾ പറയുന്ന സിദ്ധിക്കായി പൈസ ഇനി കളയണ്ട
ഇത് ഇനി കിട്ടൂല, എന്തിനാണ് ഇപ്പൊ കേസ് കൂടുന്നത്, അതാണ്ട് വിട്ടൂടെ നിൽക്കുന്നത്. എനിക്ക് എങ്ങനെ, എനിക്ക് വല്ല വസ്തു ഉണ്ട്, എന്റെ ആകെയുള്ള ആസ്തിയാണ്. ഈ കാല് മുറിഞ്ഞിട്ട് എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരമാണത്. അത് എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇവര് കായ്പ തരാൻ റെഡി കാരണം സ്ഥലം തരൂല. പൈസ ഒന്നും ഞാൻ വാങ്ങൂല, എനിക്ക് സ്ഥലം കിട്ടണം 90%. അതെ, ഓലിപ്പോ ഇങ്ങനെയൊക്കെ വാദിച്ചിക്കണമെങ്കിൽ 4 ലക്ഷം വട്ടിക്ക് എങ്ങനെയാണ് പറഞ്ഞാൽ ഇപ്പൊ 19 ലക്ഷം അതിന്റെ പലിശയും ചിലപ്പോൾ ആണെങ്കിൽ തരും. പക്ഷെ നിങ്ങൾക്ക് സ്ഥലം തന്നെ കിട്ടണം. അന്നത്തെ സ്ഥലത്തിന്റെ മൂല്യമല്ലല്ലോ ഞാൻ കൊടുത്ത, കാരണം അന്നത്തെ സ്വർണ്ണമല്ലല്ലോ ഇപ്പത്തെ വില. സ്വർണ്ണത്തിനൊക്കെ നമ്മൾ മൂല്യം കണക്കാക്കാം. ഞങ്ങൾക്ക് എടുത്തു കാട്ടി തന്നെ ആധാരങ്ങള്. ശരിയാണ്. അന്നാ 6-7 റുപ്യ 9 റുപ്യൊക്കെ ഒരു പാവം സ്വർണ്ണത്തിനുള്ളൂ. 60 റുപ്യയില്ലേ? അപ്പൊ അതിന്റെ മൂല്യം കണക്ക് കൂട്ടുകയാണെങ്കിൽ അപ്പൊ 6 1 കോടിയോളം ഉറുപ്പ്യ കിട്ടണം അപ്പൊ ആ ഭൂമിക്ക്. ആ 1 കോടിയില്ല, 4 കോടി ഉറുപ്പ്യ വില പിടിച്ച ഭൂമിയാണ് ഞാൻ വിറ്റത്. ഒരു 1.25 ഏക്കർ വിറ്റ് പാലക്കാട് ജില്ലയിൽ. ഇവിടെ ഒരു 13 സെന്റ് വിറ്റ്, ഒരു 9 സെന്റ് വിറ്റ്. ഇതിൽ കുറച്ച് പണം ഞാൻ കച്ചവടം ചെയ്ത് കളഞ്ഞിങ്ങനെ. ഒരു വാഷിംഗ് പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിന്, അതിൽ എനിക്ക് കുറച്ച് നഷ്ടം വന്നതിന്. ബാക്കി ഈ പണം ഇയാൾക്കാണ് കൊടുത്തത്. ഇയാൾക്ക് കൊടുത്ത 19 ലക്ഷം ഉറുപ്പ്യക്ക് വിറ്റ മുതലിന് ഇന്ന് 4 കോടി ഉറുപ്പ്യ കിട്ടും. പക്ഷെ അയാൾക്ക് അനുഭവിച്ചാൽ കൂടി അയാൾ കിഡ്നി പോയി മരിച്ചു. അയാൾക്ക് എന്താ പറയാ, കുട്ടി വെക്കലിനും ഒരു ഗുണം കിട്ടിയില്ല, ഒരു ഗുണം കിട്ടിയില്ല. അയാൾക്കും പല ബുദ്ധിമുട്ടുകൾ വന്ന്, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. വെറുതെ വക്കീൽമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ എനിക്കെതിരെ ഇനി കേസ് കൊടുക്കും. അങ്ങനെ മുസക്കുട്ടി തല്ലിയതിന്റെ ശേഷം അവിടുന്ന് റൌഫ് കൊടുത്ത് നമുക്ക് ബാർ കൗൺസിലിന്റെ സംവിധാനം എറണാകുളം പരാതി കൊടുത്താൽ മതി. ഇവര് വക്കീൽ എറണാകുളം എവിടെ, ഞാൻ പരാതി കൊടുക്കാൻ ചെന്നപ്പോഴേ ബാർ കൗൺസിലിൽ പരാതി കൊടുത്താല് അതിലെ വക്കീൽ തന്നെ എന്നോട് പറഞ്ഞു, സിദ്ദിഖ ബാർ കൗൺസിലിൽ നിങ്ങൾ പരാതി കൊടുത്താല് ഞങ്ങൾ തന്നെ അന്വേഷണത്തിന് വരണത്, ഞങ്ങൾ വക്കീലന്മാർ തന്നെയാണ് വരണത്, വേറെ ആരുമല്ല വരണത്. പിന്നെ നിങ്ങൾക്ക് എന്ത് നീതിയിട്ടാണ്? നിങ്ങളാണ് സുഖമില്ലാത്ത ആള്, നിങ്ങൾ 2-3 പ്രാവശ്യം നടന്ന നിങ്ങളെ കഥ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ വിട്ടാലും. അങ്ങനെ അയാളോടും ഞാൻ മേടിച്ച്, അയാൾക്ക് ബാക്കി പണം ഇതിലേക്ക് 1,47,000 ഉറുപ്പ്യം കൂടി അടക്കണം എന്ന് പറഞ്ഞു മുദ്രകല്ലാസിന്റെ. അങ്ങനെ അത് അടച്ച് അയാൾക്ക് ഒരു 10,000. അങ്ങനെ 1,57,000 ഉറുപ്പ്യ വീണ്ടും അടച്ചിട്ട് അയാളോട് വാങ്ങി ആളൂരിനെ സമീപിച്ച്. ആളൂരിന് 5 ലക്ഷം ഉറുപ്പ്യ ഫീസാന്ന് പറഞ്ഞു. അങ്ങനെ ആളൂരിന് 5 ലക്ഷം ഉറുപ്പ്യ ഫീസാണെന്ന് പറഞ്ഞ് ആളൂര് പറഞ്ഞ് 22 ഞാൻ ഈ കേസ് എടുപ്പിച്ചോളാം. നിങ്ങളെ മാതിരിയുള്ള കേസ് പ്രായം ചെന്ന ആള്, വൈകല്യമുള്ള ആൾക്കാരതൊക്കെ ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. പൂനെ ഹൈക്കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും ഒക്കെ, അവിടെ 2 ഹൈക്കോടതി ഉണ്ടല്ലോ, അവിടെയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. 22 കേസ് തരാനെന്ന് പറഞ്ഞു. 5 ലക്ഷം ഉറുപ്പ്യ ഫീസ് വേണമെന്ന് പറഞ്ഞു. ഫീസ് ഇപ്പം കൊടുക്കണ്ട, അപ്പൊ എന്തെങ്കിലും ഉള്ളത് തരീന്ന് പറഞ്ഞ് റെക്കോർഡിക്കലായിട്ട് ഒരു 20,000 ഉറുപ്പ്യ കൊടുത്ത്, അപ്പാപ്പിളായിട്ട് ഒരു 30,000 ഉറുപ്പ്യം കൊടുത്ത്. അങ്ങനെ മൂപ്പര് ഒരു കൊല്ലം അത് കയ്യിൽ വെച്ചാണ്ട് പറഞ്ഞ് അതിന്റെ NOC കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിലൊക്കെയാണ് എനിക്ക് വേദന. ആളൂര് അല്ല, ആളൂരിന് ഇപ്പൊ കിഡ്നിക്ക് എന്തോ അസുഖമാണ്. അല്ല, അത് ആളൂരിൻ്റെത് അസുഖമായി എടുപ്പാണ് അയാള്. അപ്പൊ ആളൂര് പറഞ്ഞ് അതിന്റെ ഇത് കാണുന്നില്ല, നിങ്ങൾ തന്ന NOC കാണുന്നില്ല, ഒരു NOC കൂടി അയാളോട് വാങ്ങണം എന്ന് പറഞ്ഞു. അതായത് ഇന്നെ പൊതുവെ ആരോ പിന്നിൽ നിന്ന് ബുദ്ധിമുട്ടിക്കാണ്. അങ്ങനെ ഞാൻ അയാളെ ഓഫീസിൽ എത്രയോ മേലെ കയറണം, 3-ാം നിലയില്, അവിടെ പോയി വീണ്ടും ഒരു NOC വാങ്ങി. അയാൾ പറഞ്ഞു NOC ഹൈക്കോടതിയിൽ നിന്ന് പോകൂല, ഹൈക്കോടതിയിൽ നിന്ന് ഒരു പേപ്പറും പോകൂല, അത് മൂപ്പർ കൊടുക്കാതെ കയ്യിൽ വെച്ചുകൊണ്ട് നിന്നായിരിക്കും. ഇപ്പൊ നിങ്ങളോട് ഒരു കാരണം പറയായിരിക്കും, സാരല്ല ഞാൻ ഒരു NOC കൂടി തരാന്ന് പറഞ്ഞാൽ അയാൾ ഒരു NOC തന്ന് വീണ്ടും കൊടുത്ത്. എന്നിട്ട് 2 കൊല്ലം വീണ്ടും 24 പേർക്കും ആളൂരിന്റെ പിന്നാലെ ഞാൻ നടന്ന്. അങ്ങനെ ഇപ്പൊ ഒരു 6 മാസം മുമ്പ് സങ്കടം ഞാൻ ഒരു വക്കീൽ, ഒരു റിട്ടയർഡ് ജഡ്ജിനോട് പറഞ്ഞു. കമാൽ ബാസ ഇതിലൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ മേഡിയില്. അപ്പൊ മൂപ്പരോട് മൂപ്പര് പറഞ്ഞു എന്റെ 5 ഉണ്ട്. കലാം ബാസ മുമ്പ് പിന്നെ പാലക്കാട് ജില്ലാ ജഡ്ജി. അപ്പൊ അയാൾ വിരമിച്ച അയാളോട് ഓഫീസ് തുടങ്ങി. ആളൂരിന്റെ അടുത്ത് തന്നെയാണ്. മൂപ്പരെടുത്ത് കൊടുക്കുന്ന അങ്ങനെ മൂപ്പരെടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ 6 മാസമായി, എവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ അതിന്റെ ലാസ്റ്റ് ആൾക്ക് പിന്നെ ഇവരൊരു മകനുള്ളത് ഇവിടെയാണ്, പൂനെയില് അല്ല, വിദേശത്താണ്, യൂറോപ്പിലുള്ള മകനക്ക് നോട്ടീസ് ആക്കാൻ അവർ അഡ്രസ് നമുക്ക് തരുമോ? യൂറോപ്പിലുള്ള മകൻ എവിടെയെന്ന് നമ്മളറിയോ? യൂറോപ്പിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ? പത്രപരസ്യം ചെയ്തോ? അപ്പൊ അല്ല, യൂറോപ്പിലുള്ളവന്റെ നോട്ടീസ് അതാണ് കൈപ്പറ്റാൻ ബാക്കിയുള്ളൂ എന്നാ അവര് പറഞ്ഞത്. എനിക്കിപ്പോ നെറ്റിൽ നോക്കാൻ അറിയില്ലല്ലോ. നെറ്റിൽ നോക്കിയവര് ചിലവർ പറയും അത് 2 ആൾ ഇനി കൈപ്പറ്റാനുണ്ടെന്ന് അറിയും. ഇയാൾ പറഞ്ഞ ഒരു ചെക്കന് മാത്രമേ കൈപ്പറ്റാനുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ചെക്കന്റെ പേരിലുള്ള നോട്ടീസ് അയക്കെന്ന് പറഞ്ഞു. അവന്റെ വീട്ടിൽ അയക്കെന്ന് അറിയും. അവന്റെ വീട്ടിൽ അയച്ചിട്ട് ഇപ്പൊ അതിന്റെ എക്നോളജ്മെന്റ് തിരിച്ചു വരണില്ല എന്നാ മൂപ്പര് പറഞ്ഞത്.
അതിന് ഞാൻ ഇവിടെ കയറി പരാതിപ്പെടണോ ഒരു ഹർജി കൊടുക്കണം എന്നാ പറഞ്ഞത് പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിൽ. ചെട്ടിപ്പടി. ഞാൻ ചെട്ടിപ്പടി പോസ്റ്റ് ഓഫീസിൽ ഈ കാലം വെച്ച് ഒരു ദിവസം എന്റെ പേരക്കുട്ടിന്റെ തോള് കൈയിട്ട് എങ്ങനെങ്കിലും കയറി എന്റെ കാലൊക്കെ പൊട്ടിയിക്കണേ. കയറിയപ്പോ അവര് പറഞ്ഞു ഇത് ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അത് മെല്ലെ പോയിട്ടുണ്ടാവുള്ളൂ. അതായത് അത് സ്പീഡ് പോസ്റ്റ് ഇനി സ്പീഡ് പോസ്റ്റിൽ ഇതായാല് എക്നോളജ്മെന്റ് പെട്ടെന്ന് പോവില്ല, രജിസ്റ്റേർഡ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് അറിഞ്ഞവര്. അപ്പൊ മൂപ്പര് അവിടുന്ന് വിളിച്ചു പറഞ്ഞ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ മൂപ്പരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വേണ്ടി നടക്കൂല, അത് നിങ്ങൾ നോക്കണോ, അത് നിങ്ങളെ കടമാണ്, നിങ്ങൾ അവിടെ കൊടുക്കാലാ, അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ അയച്ചിട്ടുള്ളത്, അവിടെ പരാതിപ്പെടാലോ. ഇപ്പൊ എന്റെ വീട് ജപ്തി ചെയ്തിരിക്കുകയാണ്. താമസിക്കുന്ന വീട് 20 ലക്ഷം ഉറുപ്പിന്റെ ഓടി ഉണ്ടല്ലോ, ആ പണം ഇങ്ങനെ എടുത്തെടുത്ത് കേസിന് ചെലവാക്കി മറ്റും എനിക്ക് ഒരു തൊഴിലില്ല, അങ്ങനെ അത് തീർന്ന് 22 ലക്ഷത്തി ഉറുപ്പിന്റെ മേലുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ മുകളിൽ കൊണ്ടുവന്ന് നോട്ടീസ് പതിച്ചതാണിത്. അപ്പം ആ നിലയ്ക്ക് ഇപ്പൊ ഞാന് അതിനൊരു സ്റ്റേ വാങ്ങാൻ വേണ്ടി നടന്നിട്ടും അവിടെ ഇവരാരോ കളിക്കുന്നുണ്ട്. സ്റ്റേ വാങ്ങാൻ വേണ്ടി ഞാൻ അവിടെ പോയി എറണാകുളത്ത്. പിന്നെ എറണാകുളത്ത് സൗജന്യ അതില്ലേ, അതിൽ പോയി. അപ്പൊ അവര് പറഞ്ഞ് ഇതിന് പിന്നെ പടിഞ്ഞാറ് വശത്ത് അപ്പൊ ലീഗൽ സർവീസിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിന്റെ മുകളില്, ഗൽസ എന്ന് പറയും. ഗൽസ. ഗൽസയില് പോയാല് 100% ഫ്രീ ആണ്. എന്നിട്ട് അവര് ഗൾഫിൽ പോയപ്പോ പറഞ്ഞ് ഞമ്മക്കൊരു അരിഞ്ഞു കൊടുക്കാം, പെട്ടെന്ന് നിങ്ങൾ സ്റ്റേ മേടിച്ചുതരാം, പക്ഷെ വക്കീലിന് അവര് തരണം എന്ന് പറഞ്ഞു. ലീഗൽ കൊടുക്കണം. ലീഗൽ പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങൾ വക്കീലിനെ തരൂലെന്ന്. എന്താ ചെയ്യാ? പിന്നെ ഈ കാലം വലിച്ച് 2 ദിവസം 3 ദിവസമൊക്കെ അല്ലാതെ 2 or 3 പ്രാവശ്യം അവിടെ നടന്ന് ആ തെറ്റാണ് അവർ ചെയ്യുന്നത്. അതാരോ പിന്നിൽ നിന്ന് ഇവിടെ ഇവർ സ്വന്തക്കാർ ചില വക്കീലന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ടാവും ആരോ ഏൽപ്പിച്ചിട്ടുണ്ടാവും അയാളൊന്ന് കളിപ്പിച്ചാലിന്ന്, കാലില്ലാത്ത മനുഷ്യനല്ലേ അങ്ങനെ പൊയ്ക്കോളെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പൊ ഞാൻ കോഴിക്കോട് പോയപ്പോ അവര് പറഞ്ഞ്, കോഴിക്കോട് ലീഗൽ സർവീസിൽ പോയി നോക്കി ഞാൻ ഒറ്റക്ക്. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ മഞ്ചേരി പോയിക്കോളെന്ന് പറഞ്ഞു. മഞ്ചേരി ചെന്നുകൊണ്ട് അവർ സ്വീകരിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഒക്കെ റെഡിയാക്കി തന്ന് ഒക്കെ എഴുതി ഒക്കെ എടുത്ത് ഞങ്ങൾ വക്കീലിനെ വെച്ച് തരാന്ന് പറഞ്ഞ് ഇപ്പൊ മെനിയാന്ന് അവരെ വിളിച്ച് ഒക്കെ റെഡി ആയിക്കണം, ഇങ്ങോട്ട് വരും വക്കീലിനെ ഏൽപ്പിച്ചു തരാന്ന് പറഞ്ഞു. ഞാനും എന്റെ പേരക്കുട്ടിയായിട്ട് ഒരു വിധത്തിൽ ബസ്സിൽ പോയി. 4ാം നാളുണ്ട്. അങ്ങനെ സൗജന്യ വക്കീലിനെ ആക്കി തരാന്ന് പറഞ്ഞ് അവരെ കടലാസൊക്കെ തന്ന് വക്കീലിന്റെ പേരും പറഞ്ഞ് വക്കീലിനൊന്ന് ഇപ്പൊ തന്നെ വിളിച്ചാളിന്ന് പറഞ്ഞു. വക്കീലിന്റെ പേര് ആ കടലാസിലുണ്ട്. പിന്നെ അവിടെ മഞ്ചേരിയുള്ള വക്കീൽ തന്നെയാന്ന് തോന്നുന്നു. അപ്പം വക്കീലിനെ വിളിച്ചപ്പം വക്കീല് പറഞ്ഞ് പരപ്പനങ്ങാടിയാണല്ലേ കേസ്, പരപ്പണിക്കാൻ വരൂലെന്ന് പറഞ്ഞു. അപ്പൊ മാറ്റി തരണം. അപ്പൊ വേറെ ഇവരെ മാറ്റി തരണ്ടേ? ഇവര് മാറ്റി തന്നില്ല. ഇവര് ആ കടലാസൊക്കെ റെഡിയാക്കി കണ്ട് ആരാധന കളിച്ചാന്നാണ് ഞാൻ 100%. അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത പരപ്പനങ്ങാടി ഇതിലുള്ള വക്കീൽ ആരാ ചോദിച്ചോക്കണം ലീഗൽ സർവീസ്. അല്ല ഇപ്പോഴുണ്ട്, ഇമ്രാനുണ്ട്, ഇമ്രാന്റെ നമ്പർ എന്നവര്. നിങ്ങളെ ഇവിടെ നിൽക്കണ്ടേ ഇമ്രാന്റെ അടുത്ത് കൊടുത്താളിന്ന് പറഞ്ഞു. പരപ്പനങ്ങാടിയിലുണ്ട് ഇമ്രാന്. അതിന് ഇവിടെ വന്നപ്പോ ഇമ്രാൻ പറഞ്ഞു നാളെ ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ വന്നാൽ ഞാൻ എന്താ ചെയ്തുതരാം നോക്കാന്ന് പറഞ്ഞിങ്ങനെ. ഇപ്പൊ ഞാൻ മറ്റന്നാൾ പോണെന്ന് നാളെ ഞായറാഴ്ചല്ലേ, മറ്റന്നാൾ പോണെന്ന് ഉദ്ദേശിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ അനുഭവം.